I'm telling you, these countries are calling us up, kissing my ass. They are. They are dying to make a deal. Please, please, sir, make a deal. I'll do anything. I'll do anything, sir. അമേരിക്കയിലെ നിലവിലെ പ്രസിഡന്റാണ് ഈ വർത്തമാനം പറഞ്ഞത്. അമേരിക്കയിലെ പ്രസിഡന്റ് എന്ന് വെച്ചാൽ ലോകം ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ്. മാത്രമല്ല, ഇപ്പൊ അദ്ദേഹത്തിന്റെ പ്രസംഗം ലോകത്തിലെ മിക്കവരും ശ്രദ്ധിക്കും. കാരണം ഇപ്പോൾ താരിഫ് യുദ്ധം നടക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് ലോക നേതാക്കളും ലോകവും ഈ താരിഫ് നിർത്തലാക്കണം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ കുണ്ടി നക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നെ പലപ്പോഴും ഒരു തെറിവിളിയനായിട്ടൊക്കെ ആൾക്കാർ ചിത്രീകരിക്കാറുണ്ട്. പക്ഷെ ഈ തെറി എന്ന് പറയുമ്പോൾ നമ്മൾ ആനയുടെ കാലിലൊക്കെ ഉണ്ടാക്കുന്ന വൃണങ്ങളെപ്പോലെ മനുഷ്യരെ നിയന്ത്രിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പം അത് ഒരു മാനസികമായ ഒരു ആയുധമാണ്. ഒരാളെ അടിച്ചാലും കൊന്നാലും ആത്യന്തികമായിട്ട് അയാളുടെ മനസ്സിനെയാണ് ബാധിക്കുന്നത്. മാനസികമായിട്ടുള്ള സിഗ്നലുകളാണത്. പക്ഷെ നമ്മൾ അയാളെ കൊല്ലുന്നില്ല, അടിക്കുന്നില്ല, തൊടുന്നില്ല. പക്ഷെ മാനസികമായിട്ട് അയാൾക്കൊരു ഇഞ്ചക്ഷൻ അടിക്കുന്നു, കുത്തുന്നു. അതും മരുന്ന് പുരട്ടിയിട്ട് ആഞ്ഞു കുത്തുകയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് 695 ദിവസം ഞാൻ ജയിലിൽ കിടന്നത്. പക്ഷെ മറ്റുള്ളവർ കാലങ്ങളായിട്ട് പ്രസംഗിച്ചാലും സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ ഇങ്ങനെ മരുന്ന് പുരട്ടിയിട്ട് ആ കുത്തിയാലുണ്ടല്ലോ, അയാൾ അതൊന്നും ഓർത്തിരിക്കും. തീർച്ചയായിട്ടും അയാൾക്കൊരു വില്ലനായിരിക്കും. ഇനി അയാൾ നമ്മൾ ആഗ്രഹിക്കുന്ന ആശയത്തിലേക്ക് വന്നു കഴിഞ്ഞാലും അയാൾ നമ്മുടെ ശത്രുവായിരിക്കും. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന മാറ്റം നമുക്ക് അയാളിൽ വരുത്താൻ കഴിയും. തീർച്ചയായിട്ടും അയാളുടെ വീക്ഷണകോണിൽ നമ്മളൊരു ഹീറോ ആയിരിക്കില്ല, വില്ലനായിരിക്കും. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന മാറ്റം നമുക്ക് അയാളിൽ വരുത്താൻ സാധിക്കും. അതിന് ഈ തെറി എന്നൊക്കെ പറയുന്ന വാക്കുകൾ നിർബന്ധമാണ്. കാരണം മണിക്കൂറുകൾ നീണ്ട പ്രസംഗത്തെക്കാളും എഴുത്തിനേക്കാളും ഒക്കെ സെക്കൻഡുകൾ നീളുന്ന ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഫലവത്താണ്. അപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതൊക്കെ വളരെ സ്വാഭാവികമാണ്. നമ്മുടെ സംസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദാരിദ്ര്യത്തിൽ ജീവിച്ച് ചാവുന്ന, അല്ലെങ്കിൽ ജീവിതത്തിൽ സംഘർഷങ്ങൾ അനുഭവിച്ച് കുറ്റബോധങ്ങൾ അനുഭവിച്ച് ചാവുന്ന രീതികളല്ല ലോകത്തെല്ലായിടത്തുള്ളത്. ഇങ്ങനെയുള്ള രീതികളുണ്ട്.